വിശദമായി നോക്കാം. ബീഹാറിൽ ആദ്യഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യ പ്രചാരണം അവസാനിക്കാൻ ഇനി വെറും 2 ദിവസം മാത്രം. പട്നയിൽ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോ നടക്കും. രാഹുൽ ഗാന്ധി നാളെ വീണ്ടും സംസ്ഥാനത്തെത്തും. അതിനിടെ മൊഗാമയിൽ ജൻസുരാജ് പാർട്ടി പ്രവർത്തകന്റെ മരണത്തിൽ JDU സ്ഥാനാർത്ഥി ആനന്ദ് സിംഗിനെ അറസ്റ്റ് ചെയ്തു. രാകേഷ് നൽകും വിവരങ്ങൾ. രാകേഷ്, വെരി ഗുഡ് മോർണിംഗ്. ഇനി ചിത്രം തെളിയാൻ 2 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. ഏറ്റവും പ്രധാനമായി പ്രധാനമന്ത്രി അടക്കം അങ്ങോട്ടേക്ക് എത്തുമ്പോൾ പ്രചാരണം കൊഴുക്കുന്നു അവസാന ദിവസങ്ങളിൽ, അല്ലേ? അതെ ഭവ്യ, പ്രചാരണം ശക്തമാകുകയാണ്. കാരണം 2 ദിവസം മാത്രമാണ് ഇനി പരസ്യ പ്രചാരണത്തിന് ബാക്കിയുള്ളത്. അതുകൊണ്ട് തന്നെ പരമാവധി വോട്ടെടുപ്പിക്കുക, അതുതന്നെയാണ് രാഷ്ട്രീയ പാർട്ടികളുടെ ലക്ഷ്യം. ആദ്യഘട്ടത്തിൽ 121 മണ്ഡലങ്ങളാണ് ബീഹാറിൽ വിധി എഴുതുന്നത്. അതിൽ പട്ന അടക്കമുള്ള ജില്ലകളിൽ വോട്ടെടുപ്പ് ഉണ്ട്. ഏതായാലും ഇന്ന് പ്രധാനമന്ത്രി എത്തുന്നത് പട്നയിൽ തന്നെയാണ്. രാവിലെ 2 റാലിയുണ്ട്, അതിനുശേഷം പട്നയിൽ വൈകിട്ട് റോഡ് ഷോ. അങ്ങനെയാണ് പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ പരിപാടികൾ. കാരണം പട്ന NDAയെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ്. 14 മണ്ഡലങ്ങളുണ്ട് പട്ന ജില്ലയിൽ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ കണക്ക് നോക്കുകയാണെങ്കിൽ NDAയ്ക്ക് അത്ര അനുകൂലമായിരുന്നില്ല ജില്ലയിലെ സാഹചര്യം. 9 വിജയിച്ചത് മഹാസഖ്യമാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുമ്പോൾ അവിടെ വലിയ വിജയം നേടേണ്ടതുണ്ട്. കാരണം ലോക്സഭയിലേക്കൊക്കെ കണക്ക് നോക്കുമ്പോൾ വലിയ മുന്നേറ്റം ബീഹാറിൽ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ തെരഞ്ഞെടുപ്പുകളിൽ NDAയ്ക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ തവണ ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടമുണ്ടായി. ഇത്തവണയും അതുപോലത്തെ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നു. പ്രത്യേകിച്ച് നിതീഷ് കുമാറിന്റെ ആരോഗ്യമടക്കമുള്ള വിഷയങ്ങൾ വലിയ തോതിൽ ചർച്ചയാക്കുന്നുണ്ട് ഇന്ത്യ സഖ്യം. അതിന് പലപ്പോഴും NDA നേതാക്കൾക്ക് മറുപടി പറയേണ്ടി വരുന്നു. ഇന്നലെ അമിത്ഷാ അക്കാര്യം വിശദീകരിക്കുകയും ചെയ്തു. അതായത് 5 യോഗങ്ങളിൽ ഒരു ദിവസം നിതീഷ് പങ്കെടുക്കുന്നുണ്ട്. അത്രയ്ക്ക് ആരോഗ്യമില്ലാത്ത ഒരാളാണെങ്കിൽ എങ്ങനെ ഈ യോഗത്തിൽ പങ്കെടുക്കുമെന്ന മറു ചോദ്യം അമിത്ഷായുടെ ഭാഗത്തുനിന്നുണ്ടായി. ഏതായാലും വൈകിട്ട് 5 മണിക്കാണ് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ നിശ്ചയിച്ചിരിക്കുന്നത്. ഏതാണ്ട് 3 കിലോമീറ്റർ ദൂരത്തിലാണ് ഈ റോഡ് ഷോ നടക്കുക. ദിനകർ സ്ക്വയറിൽ നിന്ന് ഉദ്യോഗ് ഭവൻ വരെ, അതായത് ഗാന്ധി മൈതാനത്തിന് സമീപമുള്ള ഉദ്യോഗ് ഭവൻ വരെയുള്ള ദൂരത്തിലാണ് പ്രധാനമന്ത്രി റോഡ് ഷോ നടക്കുക. 10 വെൽക്കം പോയിന്റുകൾ ഉണ്ടാകും എന്നാണ് ഇപ്പോൾ BJP നേതാക്കൾ അറിയിച്ചിട്ടുള്ളത്. അവിടെ ജനങ്ങൾക്ക് പ്രധാനമന്ത്രി അഭിവാദ്യം ചെയ്യാനുള്ള അവസരമുണ്ടാകും. അങ്ങനെ ഈ റോഡ് ഷോയോടുകൂടി കാര്യങ്ങൾ അനുകൂലമാകും, കുറച്ചുകൂടി അനുകൂലമാകുമെന്നൊരു പ്രതീക്ഷ ഏതായാലും NDA ക്യാമ്പിനുണ്ട്. ഇന്ത്യ സഖ്യത്തിലേക്ക് വരുമ്പോൾ രാഹുൽ ഗാന്ധി 29-ാം തീയതി 2 യോഗങ്ങളിൽ പങ്കെടുത്തതാണ്. നാളെ വീണ്ടും രാഹുൽ എത്തുകയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഇന്ത്യ സഖ്യത്തിനും നിർണായകമാണ്, കോൺഗ്രസിനും അതിനിർണായകമാണ്. കാരണം കോൺഗ്രസിന്റെ കൂടി പോരായ്മ കൊണ്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബീഹാറിൽ ഇന്ത്യ സഖ്യത്തിന് ഭരണം നഷ്ടമായത്. ഇത്തവണ ആ പേര് മാറ്റിയെടുക്കേണ്ടതുണ്ട്. അതിനുള്ള ശ്രമം ഏതായാലും കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തുനിന്നും നടക്കുന്നുണ്ട്. ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെ ഈ അവസാന ഘട്ടത്തിലേക്ക്, ആദ്യഘട്ടത്തിന്റെ അവസാന മണിക്കൂറുകളിലേക്ക് പ്രചാരണം കടക്കുമ്പോൾ ബീഹാർ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. രാകേഷ്, അതേ സമയത്ത് തന്നെ ഈ മൊഗയിലെ ജൻസുരാജ് പാർട്ടി പ്രവർത്തകന്റെ മരണത്തിൽ ഒരു JDU സ്ഥാനാർത്ഥി ആനന്ദ് സിംഗിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ തിരഞ്ഞെടുപ്പിനെ എങ്ങനെ ബാധിക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഇന്ന് പുലർച്ചെയാണ് ആനന്ദ് സിംഗിന്റെ അറസ്റ്റ് ഉണ്ടായിട്ടുള്ളത്. ആനന്ദ് സിംഗ് മൊഗാമയിലെ JDU സ്ഥാനാർത്ഥിയാണ്. മൊഗാമയിൽ കഴിഞ്ഞ 2005 മുതൽ മൊഗാമയിൽ നിന്ന് തുടർച്ചയായി വിജയിച്ചു വരുന്ന, പല പാർട്ടികളിൽ നിന്നായി വിജയിച്ചു വരുന്ന ഒരു ഗുണ്ടാ പശ്ചാത്തലമുള്ള നേതാവ് കൂടിയാണ് ആനന്ദ് സിംഗ്. 30-ാം തീയതി മൊഗാമയിൽ ജൻസുരാജ് പാർട്ടിയുടെ പ്രചാരണ വാഹനവും ഒപ്പം തന്നെ ആനന്ദ് സിംഗിന്റെ പ്രചാരണ വാഹനവും നേർക്കുനേർ വന്നു. ആ സംഭവം പിന്നീട് അത് വാക്കേറ്റത്തിലേക്കും കയ്യാങ്കളിയിലേക്കും കല്ലേറിലേക്കും ഒക്കെ തന്നെ കാര്യങ്ങൾ പോയി. ഇതിനിടയിലാണ് നേരത്തെ RJDയുടെ പ്രാദേശിക നേതാവായിരുന്ന, ഇപ്പോൾ ജൻസുരാജ് പാർട്ടിക്കൊപ്പമുള്ള പ്രാദേശിക നേതാവ് കൊല്ലപ്പെടുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 പാർട്ടികളും പരാതി നൽകിയിരുന്നു. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഈ അക്രമം നടക്കുമ്പോൾ ആനന്ദ് സിംഗിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്ന് കണ്ടെത്തുകയും തുടർന്ന് വീട്ടിൽ ഇന്നലെ രാത്രി റെയ്ഡ് നടത്തിക്കൊണ്ട് അറസ്റ്റിലേക്ക് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുകയും ചെയ്തു. സ്വാഭാവികമായും JDUവിന് അതൊരു തിരിച്ചടിയാണ്. കാരണം ക്രമസമാധാനം അടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയാക്കുന്നുണ്ട് ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ. ആ സമയത്ത് തന്നെയാണ് നിയമം കയ്യിലെടുക്കുന്ന നടപടി ഇത്തരത്തിൽ സ്ഥാനാർത്ഥിയുടെ അടക്കം ഭാഗത്തുനിന്നുണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ വലിയ തോതിൽ മൊഗാമ അടക്കമുള്ള മേഖലയിൽ ഒരു പ്രചാരണ വിഷയമാക്കം തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ, പ്രത്യേകിച്ച് ഇന്ത്യ സഖ്യത്തിന്റെയും ജൻസുരാജ് പാർട്ടിയുടെയും തീരുമാനം. രാകേഷാണ് വിവരങ്ങൾ നൽകിയത്.